ഹലോ മച്ചാമാരെ, പുതിയ വീഡിയോ നമ്മളൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നവർക്ക് എന്താണ് മൈൻക്രാഫ്റ്റ്, എങ്ങനെയാണ് അത് കളിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. പിന്നെ പ്ലേ അടിച്ച് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരിക, വേൾഡ് മൈൻക്രാഫ്റ്റ് സെർവേഴ്സ്. ഇത് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം. ആദ്യം നമുക്ക് വേൾഡ് ക്രിയേറ്റ് അടിക്കുക. ആദ്യം ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് വേൾഡ് ഉണ്ട്. സർവൈവൽ ഉണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്, പിന്നെ ഇതുണ്ട് ഹാർഡ് കോർ. കണ്ടോ, ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലേ. പിന്നെ ഇതാ സർവൈവൽ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും തരും, നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാം, പറക്കാൻ പറ്റും, എന്ത് വേണം ചെയ്യാം. പക്ഷേ സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കൂടെ ലൈഫ് പോലെ കളിക്കണം. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ബെഡ് തൊട്ടിട്ട് വീട് വരെ എല്ലാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ക്രിയേറ്റ് എടുക്കുക. ഓക്കെ ഇതാ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരിക. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഗെയിമിൽ വന്നതാണ് ഈ മേലത്തെ നമ്മുടെ ലൈഫ്, ഈ സൈഡത്തെ ഫുഡ്, ഈ അടിയിൽ കാണുന്ന ഈ ഒരു പച്ച ലൈൻ കണ്ടോ, അതാണ് നമ്മുടെ ലെവല്. ഞാൻ പിന്നെ പറഞ്ഞില്ല. പിന്നെ അടിയിലുള്ളത് നമ്മുടെ ഇൻവെൻട്രി. ഓക്കെ, ഇതാ ഇൻവെൻട്രി. സാധാരണ ഇൻവെൻട്രി ഇങ്ങനെ ഉണ്ടാവുക. ഇത് ക്രാഫ്റ്റിങ്ങിൻ്റെ സ്ഥലം. പിന്നെ ഇത് അടിയിലുള്ളതാണ് നമ്മുടെ സാധനം വയ്ക്കുന്നത്. അടിയിൽ കണ്ടോ ചെസ്റ്റിൻ്റെ ഒരു ബോക്സ്, ഇത് നമ്മുടെ ഇൻവെൻട്രി ബാഗ് പോലെ. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ അടിയിൽ ഒരു ഹെൽമെറ്റിന് ചിഹ്നം കണ്ടോ, അവിടെ തമ്മിൽ നമ്മൾ കാണാൻ പറ്റും. ഇതുണ്ടോ നമ്മുടെ വെസ്റ്റ്, ഹെൽമെറ്റ്, അതൊക്കെ പറഞ്ഞ സാധനമാണത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗെയിമിൽ വന്നാൽ മരം മുറിക്കുക. ഓക്കെ, മരം മുറിക്കുക. മരമാണ് മെയിൻ, എല്ലാം മെയിൻ മരമാണ്. കാണിച്ചു തരാം. അപ്പോൾ 2 പീസ് അതിൻ്റെ ഇടാം, 3 പീസ് മരം. ഇത്ര ഇടോടെ അമർത്തിയാൽ നമുക്ക് സെർച്ച് പോവാം. അപ്പോൾ വേണ്ട ബ്ലോക്ക്, ഇതാണ് മെയിൻ, ഈ ഓക്ക് ബ്ലോക്ക്. അപ്പോൾ ആദ്യം അത് എടുക്കുക. അതുണ്ടാക്കിയാൽ നമുക്ക് ഇതുണ്ടാക്കാം, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കുക. ഓക്കെ, എന്തുണ്ടാക്കിയാൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ വേണം. ക്രാഫ്റ്റിനോട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പിക്കാസാണ്, അല്ല ആക്ഷനാണെങ്കിൽ അതിലമർത്തുക. എന്നിട്ട് ബ്ലോക്കാക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിക്കാക്കാൻ പറ്റുമോ, സ്റ്റിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവും. എന്തൊക്കെ നമുക്ക് തരാം. കണ്ടോ സാധനങ്ങൾ. അപ്പോൾ അതിന് ബ്ലോക്ക് വേണം. അപ്പോൾ നമുക്ക് ഇനി വുഡ് വേണ്ട ആവശ്യമുണ്ട്. വുഡ് വേണമെങ്കിൽ ഓടിക്കണം. രണ്ട് വുഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ആക്കിയാൽ നമുക്ക് ഇതാകണ്ട. ആദ്യം നമുക്ക് ആക്ഷൻ ഉണ്ടാകാം. ഓക്കെ, ഇതാ വുഡിൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്കത് പിന്നെ നമുക്കൊരു ഷവൽ ഉണ്ടാക്കണം. ഷവൽ എന്ന് വെച്ചാൽ മണ്ണ്. നമ്മൾ മണ്ണടി പോയാൽ നമുക്ക് കല്ല് കാണാൻ പറ്റും. കല്ല്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിൻ്റെ ഇനി വുഡ് കണ്ടോ, ആക്സ് ഉണ്ട്. ഇതാ ഓക്കെ, ഇതിട്ടുണ്ടാവില്ല. ക്രാഫ്റ്റിൻ്റെ മറുത്തുക. ഇത് വുഡാക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടെ കാശ് ഇതാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ ഡയമണ്ടിന് നമ്മൾ വെറുതെ ഒരു ഭംഗി വെച്ചെന്നുള്ളൂ. 3 വുഡും ഒരു സ്റ്റിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടും. നമ്മൾ കുഴിച്ചതല്ല അവിടെ ഇതല്ലേ. ഷവൽ വെച്ചിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് വുഡ് കിട്ടും. എന്നിട്ട് വുഡ് പിക്കാസ്, അതാണ് സ്റ്റോൺ പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് പോവുക. അപ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ സാധനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ സ്റ്റോൺ ആദ്യം നമുക്ക് പിക്കാസാണ് മെയിൻ. ഞാൻ ഈ സാധനം മാറ്റിക്കട്ടെ. ഇതാ പിക്കാസ്. പിന്നെ നമുക്ക് ഇനി വേണ്ടത് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് വേണമെങ്കിൽ വുഡ് ബ്ലോക്കാക്കുക, സ്റ്റിക്കാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതാണ് സോഡ് പിക്കാസ്. പിന്നെ ഒരു ആക്സ് വേണം. ആക്സ് അതിൻ്റെ ഇപ്പോൾ
ഈ ആശയുടെ സാധനം കളയാണ്. ആശയുടെ സാധനം ഇങ്ങനെ കളയാന്ന് വെച്ചാൽ ലാവയാണ് ഏറ്റവും നല്ല പരിപാടി. അവിടെ ലാവ കാണുകയാണെങ്കിൽ ചെയ്തിട്ട് പോവുക, നമുക്ക് കളയേണ്ട സാധനം അമർത്തിടുക. എന്നിട്ട് ഈ സ്പേസ് കണ്ട ഈ ചെറിയ ഗ്യാപ്പ് റൈറ്റിൽ അവിടെ തൊടുക. അപ്പോൾ ഇങ്ങനെ പോവും. അത് കളഞ്ഞ ആവശ്യമില്ല, അതാവശ്യമില്ല, ആവശ്യമില്ല. ഓക്കെ കണ്ട, അങ്ങനെ കളഞ്ഞാൽ നമുക്ക് നമ്മളെ ക്ലീനായി വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നൈറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ 3 ഷീപ്പിനെ വരണം. ഞങ്ങളുടെ ബെഡ് വെച്ചിട്ടുണ്ട്. ഷീപ്പിനെ ഒന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 3 ഷീപ്പിനെ വന്നാൽ നമുക്ക് 3 വൂള് കിട്ടും. 3 വൂള് കൊണ്ട് ഇപ്പോൾ കളർ വേറെ ഉണ്ടാട്ടോ. വൂളിൻ്റെ വൂള് ഏത് കളറായും കുഴപ്പമില്ല. 3 വൂളും 3 വുഡും വെച്ചാൽ നമുക്ക് ബെഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് വുഡ് ആവശ്യമുണ്ട്. ഇനി വുഡ് വേണ്ട. സണ്ണ് രാത്രി നമ്മളിക്കും കൊടുന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ സോംബീസ് പോകണവും നമ്മളെ കൊല്ലും അവർ. ഫുഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ വയ്ക്കണം. അതൊരു സാധനം ആവശ്യമാവും. നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമുക്കിനി ഉറങ്ങുന്ന ടൈം ആകുമ്പോൾ മതി. ഉറങ്ങുന്ന ടൈമല്ല, നമുക്കിനി അയണാണ് വേണ്ടി. അയണാണ് അടുത്ത മെയിൻ സാധനം. അയണെന്ന് വെച്ചാൽ അയണ് ചെയ്ത ഇങ്ങനെ ഷീപ്പ് ഇതിനൊക്കെ നമുക്ക് വൂള് കിട്ടും. പിന്നെ നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആദ്യം വേണ്ട ഒരു ഗുഹയാണ്. ഗുഹ. ഓക്കെ, ഇവിടെ ഗുഹ ഉണ്ട്. ഗുഹ എന്നല്ല, ഈ സ്റ്റോണിൻ്റെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും അയ ഉണ്ടാവും. പിന്നെയാണ് ഇത് ഈ ബ്ലാക്ക് സാധനമാണ് കോള് എന്ന് വെച്ചാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. കോളുണ്ട്. കോള് പൊട്ടണമെങ്കിൽ അയണ്ട സ്റ്റോണിൻ്റെ ഇതുകൊണ്ട് കോള് പൊട്ടിക്കാം. നമുക്ക് കണ്ടോ, കോള് കിട്ടും നമുക്ക്. ഗൈസ്, ഞാനിത് ക്രിയേറ്റീവ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചാവും ഉറപ്പാണ്. ക്രിയേറ്റീവ് ആക്കുന്നുണ്ട്. ക്രിയേറ്റീവ് നമുക്ക് ആണെങ്കിൽ ഇങ്ങനെ ആക്കാം. അത് ചീറ്റിംഗ് ആണ്. ഞാൻ കാണിക്കുന്നുണ്ട് മാത്രം ക്രിയേറ്റീവ് ആക്കാം. നമുക്ക് ചാവാണ്ട് കളിക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ നമുക്ക് പറക്കണമെങ്കിൽ പറക്കാൻ പറ്റും. പക്ഷെ മറ്റേത് പറക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ കളിക്കണമെന്നല്ല കാണിച്ചു തന്നെ. അപ്പോൾ അത് കിട്ടുന്നുണ്ട്. അയണെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അവിടെ ഉണ്ടോ, അതാണ് റൂയിങ് പോർട്ടൽ. അതിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും ഇടയ്ക്ക്. അത് കുറേ ഉണ്ട് കേട്ടോ. അത് അയൺ അവിടെ ഉണ്ട്. ഞാനുണ്ട് അയണ് ഗൈസ്. അയൺ ഇതാണ് അയൺ കണ്ടോ. ഞാനത് പൊട്ടിക്കട്ടെ കേട്ടോ. സ്റ്റോണിൻ്റെ ബിക്കോസാണ് മാത്രം അയൺ പൊട്ടിക്കാൻ പറ്റും കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ട് വയ്ക്കാം ഗൈസ്. അപ്പോൾ അയണ് കിട്ടിയിട്ടുണ്ട്. അതാണ് അയൺ. അയൺ ഇത് നമ്മൾ ഗൈസ് നോക്കിയോടെ ഇതുണ്ട്. വില്ലേജാണ്. വില്ലേജ് ഉണ്ട്. ഇതൊക്കെ ലക്കനുസരിച്ച് ഇരിക്കും കേട്ടോ. വേൾഡിൻ്റെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാ ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ സ്പോണാതിന് സൈഡിൽ വില്ലേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡും ഈ ആക്സും ഉണ്ടാക്കണ ആവശ്യമില്ല. ചിലപ്പോൾ അവരുടെ വീടിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. ചെസ്റ്റിൽ എന്താ പറയുക, ആവശ്യമായിട്ടൊന്നുമില്ല. ആക്സൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെങ്ങനെ കത്തിക്കണം എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാം. അപ്പോൾ നമുക്ക് ഇത് അയണ് കിട്ടി. അയണ് നമുക്ക് ഇനി മെൽറ്റ് ചെയ്യണം. നമുക്ക് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഫർണസ് വേണം. ഫർണസ് എന്ന് പറഞ്ഞാൽ അതാണ് ഫർണസ്. ഫർണസ് കിട്ടണ്ടല്ലോ. ഫർണസ് ഉണ്ടാവും. ഫർണസ് ഉണ്ടാക്കുക പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു ഉറങ്ങട്ടെ. നൈറ്റായി ഉറങ്ങണം, അല്ലെങ്കിൽ മോബ് സ്പോണാവും. മോബ് പറഞ്ഞാൽ നല്ല ബോംബ് ഉണ്ടാവും. ഞാൻ കാണിച്ചില്ല. മോബ് എന്ന് പറഞ്ഞാൽ സോംബി ഉണ്ടാവും, സ്കെൽട്ടൺ ഉണ്ടാവും, ക്രീപ്പർ ഉണ്ടാവും. കാണിച്ചില്ല. സണ്ണ് അല്ല, മൂന്ന് ഫുൾ അടി പോയാൽ സോംബീസ് പോണാവാൻ തുടങ്ങും. കൂടുതൽ സോംബീസ് പോണാവുക ഗുഹയുടെ ഉള്ളിലൊക്കെയാണ്. അപ്പോൾ നൈറ്റ് ആകുമ്പോഴേക്ക് സേഫായിട്ട് ഉറങ്ങാൻ നോക്കാം. സ്പൈഡർ ഒന്നാമത്തെ മോബ്. രണ്ടാമത്തെ മോബ് ഞാൻ ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്രീപ്പർ പൊട്ടിത്തെറിക്കട്ടെ. ഈ സാധനം പൊട്ടിത്തെറിക്കും. പിന്നെ അതാണ് സ്കെൽട്ടൺ, നമ്മൾ അമ്പി. പിന്നെ സോംബീസ് കണ്ടോ.
പക്ഷേ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോ ഇടാം. അത് വീഡിയോ ലെങ്ത് ആവും. പിന്നെ 10 മിനിറ്റായി. അപ്പോൾ അടുത്ത വീഡിയോ ഫർണസിൽ ഞാൻ അയ്യ ഉണ്ടാക്കാൻ തൊട്ടാണ് ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.